സുപ്രഭാതം. ഒരു ദിവസം വൈകുന്നേരം ഒരു കഫേയിലിരിക്കുമ്പോൾ അടുത്ത മേശയിൽ രണ്ട് സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് കേട്ടു. അവരിൽ ഒരാൾ എന്തോ വലിയൊരു നേട്ടത്തെക്കുറിച്ച് ആവേശത്തോടെ പറയുകയായിരുന്നു. മറ്റേയാൾ സന്തോഷത്തോടെ കേട്ടു, അഭിനന്ദിച്ചു. കുറച്ച് സമയത്തിന് ശേഷം അതേ സുഹൃത്ത് ഒരു തെറ്റായ തീരുമാനത്തെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെയാൾ തലകുലുക്കി പറഞ്ഞു, ഇവിടെ ഞാൻ നിന്നോട് യോജിക്കുന്നില്ല. അവിടെ തർക്കമുണ്ടായില്ല, അഹങ്കാരമുണ്ടായില്ല. കാരണം അവരുടെ ബന്ധം പ്രശംസയിൽ മാത്രം പണിതതായിരുന്നില്ല, സത്യസന്ധതയിലും പണിതതായിരുന്നു. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാം. നമ്മുടെ വിജയങ്ങളിൽ കൈയടിക്കുന്നവരെ കാണാം, സന്തോഷ സമയങ്ങളിൽ കൂടെ നിൽക്കുന്നവരെയും കാണാം. പക്ഷെ ആത്മബന്ധങ്ങൾ അതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. അവിടെ ഒരാൾ നമ്മളെ സ്നേഹിക്കും, അതോടൊപ്പം നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും മടിക്കില്ല. നമ്മൾ വഴി തെറ്റുമ്പോൾ നീ തെറ്റാണ് എന്ന് പറയുവാനുള്ള ധൈര്യവും ഉണ്ടാകും. കാരണം യഥാർത്ഥ കരുതൽ എല്ലായ്പ്പോഴും സമ്മതിച്ചു കൊണ്ടിരിക്കുക എന്നല്ല, ആവശ്യമുള്ളപ്പോൾ തിരുത്തുക കൂടിയാണ്. അത്തരം ബന്ധങ്ങളിൽ ചെറിയ കുശുമ്പുകളും ഉണ്ടാകും, ചെറിയ പരിഭവങ്ങളും ഉണ്ടാകും, പരസ്പരം കളിയാക്കലും ഉണ്ടാകും. പക്ഷെ അവയുടെ അടിത്തറ സ്നേഹമായിരിക്കും. അതുകൊണ്ട് അവ മുറിവാകില്ല, ഓർമ്മകളാകും. അതിലുപരി നമുക്ക് കേൾക്കാനും നമ്മളെ കേൾക്കാനും ഒരാൾ ഉണ്ടായിരിക്കും. കാരണം ജീവിതത്തിൽ എല്ലാവർക്കും സംസാരിക്കാൻ ആളുകളെ കിട്ടും. പക്ഷെ മനസ്സിലാക്കി കേൾക്കുന്ന ആളുകളെ കിട്ടുക അത്ര എളുപ്പമല്ല. നമ്മൾ പറയാതെ വെച്ച വേദനകളെപ്പോലും തിരിച്ചറിയുന്ന ഒരാൾ, നമ്മുടെ നിശബ്ദതയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ, നമ്മുടെ സന്തോഷങ്ങളിൽ അസൂയയില്ലാതെ സന്തോഷിക്കുന്ന ഒരാൾ, നമ്മുടെ സങ്കടങ്ങളിൽ ഉപദേശം പറയുന്നതിന് മുൻപ് കൂടെയിരുന്ന് കേൾക്കുന്ന ഒരാൾ. അത്തരം ബന്ധങ്ങൾ അപൂർവമാണ്. അവയെ അളക്കാൻ പേരുകളോ നിർവചനങ്ങളോ മതിയാവില്ല. സുഹൃത്ത് എന്ന വാക്കിനേക്കാൾ വലുതും ബന്ധു എന്ന വാക്കിനേക്കാൾ ആഴമുള്ളതുമായ ഒരു അടുപ്പം അവയിൽ ഉണ്ടാകും. ജീവിതത്തിൻ്റെ അവസാനം നമ്മൾ ഓർക്കുന്നത് വലിയ വിജയങ്ങളോ വലിയ സമ്പത്തുകളോ മാത്രമല്ല. ഒരു ഫോൺ കോൾ ചെയ്താൽ മറുവശത്ത് പറയൂ, ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളെയും കൂടിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അങ്ങനെയും ഒരാളുണ്ടാവണം. സ്നേഹിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ഇടയ്ക്കെല്ലാം ഇത്തിരി കുശുമ്പ് കാണിക്കാനും നമുക്ക് കേൾക്കാനും നമ്മളെ കേൾക്കാനും കഴിയുന്ന ഒരു ആത്മബന്ധം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി.